ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. തത്വബോധം നമുക്ക് തുടർന്ന് നോക്കാം. വാസുദേവേന്ദ്ര യോഗീന്ദ്രം നത്വാ ജ്ഞാനപ്രദം ഗുരും മുമുക്ഷൂണാം ഹിതാർത്ഥായ തത്വബോധോഭിധീയതേ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളിൽ ജാഗ്രത് സ്വപ്ന അവസ്ഥകളെ കുറിച്ച് വിശദമായിട്ട് നോക്കി. ഇനി നമുക്ക് ഇന്ന് സുഷുപ്തി അവസ്ഥയെക്കുറിച്ച് നോക്കാം. തതഹ എന്ന് ചില ബുക്കുകളിൽ അതഹ, രണ്ടും ഒരേ രീതിയിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അതഹ സുഷുപ്തി അവസ്ഥ ക, അതാണ് ചോദ്യം. സുഷുപ്തി അവസ്ഥ എന്താണ് എന്ന് ശിഷ്യൻ ചോദിക്കുകയാണ്. അപ്പൊ പറയുന്നു, അഹം കിമപി ന ജാനാമി, അഹം കിമപി ന ജാനാമി സുഖേന മയാ നിദ്രാനുഭൂയത്തെ. നിദ്ര അനുഭൂയത്തെ എന്നാണ് നിദ്രാനുഭൂയത്തെ ഇതി സുഷുപ്ത്യവസ്ഥ. ഇതാണ് സുഷുപ്തി അവസ്ഥ. കാരണ ശരീരാഭിമാനി ആത്മാ, കാരണ ശരീരാഭിമാനി ആത്മാ പ്രാജ്ഞ ഇത്യുച്യത്തെ. പ്രാജ്ഞ ഇത്യുച്യത്തെ. ഒന്നുകൂടെ പറയാം. അഹം കിമപി ന ജാനാമി സുഖേന മയാ നിദ്രാനുഭൂയത്തെ ഇതി സുഷുപ്ത്യവസ്ഥ കാരണശരീരാഭിമാനി ആത്മാ പ്രാജ്ഞ ഇത്യുച്യത്തെ. നേരത്തെ നമ്മൾ രണ്ടവസ്ഥയ്ക്കും ഓരോ ശരീരാഭിമാനത്തിന് ഓരോ പേരുകൾ പറഞ്ഞു. ആദ്യത്തത് എന്തായിരുന്നു? വിശ്വൻ, അല്ലെ? ആത്മാ വിശ്വ ഇത്യുച്യത്തെ ജാഗ്രത അവസ്ഥയില്. പിന്നെ സ്വപ്നാവസ്ഥയില് സൂക്ഷ്മ ശരീരാഭിമാനി ആത്മാ തൈജസഹ എന്ന് പറഞ്ഞു. ഇപ്പോ സുഷുപ്തി അവസ്ഥ അവിടെ പറയുന്നു പ്രാജ്ഞ എന്ന്. അപ്പൊ സുഷുപ്തി അവസ്ഥ എന്നാൽ എന്ത്? സുഷുപ്തിയിൽ, അതായത് ഗാഠനിദ്രയിൽ രണ്ട് വിഷയങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഗാഠനിദ്രയിൽ നമ്മൾ വളരെ അധികം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഗാഠനിദ്രയിൽ രണ്ട് കാര്യങ്ങൾ ഉണ്ട് എന്ന് ആചാര്യൻ പറയും. ജാഗ്രതയിൽ എങ്ങനെയാ? നമുക്ക് ഈ പുറത്ത് കാണുന്ന ലോകമാണ് വിഷയം. ലോകം മുഴുവൻ വിഷയമാണ്. കാണുന്നതെന്തും വിഷയം. കണ്ണ് തുറന്ന്, അതായത് പഞ്ചേന്ദ്രിയങ്ങളിലെ കണ്ണ് തുറന്ന് പുറത്ത് കാണുന്ന നയനം എന്നുള്ള ഇതിൽ കൂടി കാണുന്നതെല്ലാം വിഷയമാണ്. പിന്നെയോ സ്പർശിക്കുന്നതെല്ലാം വിഷയമാണ്, കേൾക്കുന്നതെല്ലാം വിഷയമാണ്, രുചിക്കുന്നതെല്ലാം വിഷയമാണ്. എല്ലാം ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്തിനെയാ നമ്മൾ അനുഭവിക്കുന്നത്? നമ്മൾ ഈ ലോകത്തെയാണ് അനുഭവിക്കുന്നത്. സമസ്ത ലോകത്തിലുള്ള സമസ്തതിനെ നമ്മൾ അനുഭവിക്കുന്നു. എല്ലാത്തിനും നമ്മൾ അനുഭവിക്കുന്നു, എല്ലാം ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ട്. അപ്പൊ ലോകം മുഴുവൻ വിഷയമാണ്. ഒന്നും വിഷയമല്ലാതില്ല, എല്ലാം വിഷയങ്ങളാണ് നമ്മുടെ. സ്വപ്നത്തിലോ ഈ ഇന്ദ്രിയങ്ങളെ പുറത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഗോളകം വഴിക്കുള്ള ഇന്ദ്രിയങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. സൂക്ഷ്മ ശരീരത്തിലെ ഇന്ദ്രിയങ്ങളെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോ അവിടെ ഈ ജാഗ്രതയിൽ കാണുന്ന ലോകത്തെയാണോ അനുഭവിക്കുന്നത്? ജാഗ്രതയിൽ കാണുന്ന ലോകത്തെ അനുഭവിക്കണമെങ്കിൽ നമ്മൾ പുറത്തുള്ള ഇന്ദ്രിയങ്ങൾ. ഇത് സൂക്ഷ്മ ശരീരത്തിൽ ഇന്ദ്രിയം ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അപ്പോഴോ അത് സംസ്കാരജന്യമായ വിഷയങ്ങൾ അകത്ത് കിടപ്പുണ്ട്. അതിനെ ആണ് അവിടെ സൂക്ഷ്മ ശരീരത്തിൽ സൂക്ഷ്മമായി അനുഭവിക്കുന്നത്. ആഴ്ന്ന ഉറക്കത്തിലോ ഇനി എന്താ സംഭവിക്കാൻ പോണേ? അതായത് ഈ സുഷുപ്തി അവസ്ഥയില് ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ടെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. അജ്ഞാനവും ആനന്ദവും. നല്ല ഒരു പുതിയൊരു അറിവാണ്. അജ്ഞാനവും ആനന്ദവും ഉണ്ട് സുഷുപ്തി അവസ്ഥയില്. അറിയായ്മ, അജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇവിടെ അറിയായ്മ, അത് തന്നെ അജ്ഞാനം. എങ്ങനെയാണെന്ന് നമുക്ക് വിശദമാക്കി പറയുന്നുണ്ട്, നോക്കാം. അറിയായ്മയിലാണ്, ഒന്നും അറിയുന്നില്ലല്ലോ, അപ്പൊ അറിയായ്മയുണ്ട്. പിന്നെന്താണ്? സുഖമായി ഉറങ്ങി എന്ന് പറയും, അല്ലെ? അതിന്റെ അർത്ഥം എന്താ? അറിയായ്മ കൊണ്ട് ആകപ്പാടെ ഒരു സുഖമില്ലാണ്ടാണ് ഉറങ്ങി? അല്ല, നന്നായിട്ട് ഉറങ്ങി ഗാഠനിദ്രയിൽ പ്രവേശിച്ച ഒരാൾ എണീക്കുമ്പോ എന്ത് പറയും? സുഖമായി ഉറങ്ങി എന്ന് പറയും. അല്ലാത്ത ഒരാളോ ഗാഠനിദ്രയിൽ കുറച്ച് സമയമെങ്കിലും പോകാൻ പറ്റാത്തൊരു മനുഷ്യൻ എന്ത് പറയും? ഉറക്കം ശരിയായില്ല, ഉറങ്ങാൻ പറ്റിയില്ല, എന്റെ ഉറക്കം ശരിയായില്ല.
കിടന്നു പക്ഷെ ഉറങ്ങിയില്ല. ഇങ്ങനെ ഓരോരോ ശബ്ദവും കേട്ടോണ്ട് ഞാൻ ഇങ്ങനെ ഉണർന്നിരുന്നു. ഇല്ലേ, നമ്മളങ്ങനെ പറയാറുണ്ടല്ലോ, ഉറക്കം ശരിയായില്ല. പിന്നെ എപ്പോഴാ സുഖമാവുക? എപ്പോഴെങ്കിലും ഒന്ന് കിടന്നോ ഉറങ്ങി ഒരു കുറച്ചു നേരമെങ്കിലും ഒന്ന് ഉറങ്ങി സുഖമായിട്ട് ഉറങ്ങിയാലേ പറ്റൂ. ആ സുഖമായിട്ടുള്ള ഉറക്കം കിട്ടിയില്ലെങ്കിൽ പറ്റില്ല. അപ്പൊ അങ്ങോട്ട് എന്തുണ്ട്? ആ സുഖം എന്താണ് ശരിക്കും പറഞ്ഞ? നമ്മൾ എന്തെങ്കിലും പദാർത്ഥങ്ങൾ കഴിക്കുമ്പോഴുള്ള സുഖമാണോ? എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോഴുള്ള സുഖമാണോ? എന്തെങ്കിലും സ്പർശം അനുഭവിക്കുമ്പോഴുള്ള സുഖമാണോ? എന്തെങ്കിലും കാഴ്ച കാണുമ്പോഴുള്ള സുഖമാണോ? എന്തെങ്കിലും ഗന്ധം അനുഭവിക്കുമ്പോഴുള്ള സുഖമാണോ? അല്ലല്ലോ, ഇതൊന്നുമല്ല. സ്വപ്നം കാണുമ്പോഴുള്ള സുഖമാണോ? സൂക്ഷ്മ ശരീരം കൊണ്ട് കാണുകയോ അനുഭവിക്കുകയോ ചെയ്യുന്ന സുഖമാണോ? അതുമല്ല. പിന്നെന്താണ്? യഥാർത്ഥത്തിൽ അതാണ് ആനന്ദം. കാരണം ഈ ജാഗ്രത്തിലുള്ള എന്തെല്ലാം അനുഭവങ്ങൾ സുഖം അനുഭവിച്ചാലും അവസാനം എന്ത് പറയും? ഒന്ന് കിടക്കണം, അല്ലേ? വയറ് നിറച്ച് ഭക്ഷണം കഴിച്ച് ഇഷ്ടമുള്ള പായസമൊക്കെ അടിച്ചു കയറ്റി, അല്ലെങ്കിൽ ബിരിയാണിയോ എന്തൊക്കെ, പുതിയ തലമുറയാകുമ്പോ എല്ലാം അങ്ങനെയാണല്ലോ. എല്ലാം കഴിച്ചിട്ടും എന്ത് പറയും? ഒന്ന് കിടക്കണം, ഒന്ന് മയങ്ങണം പറയാറുണ്ടല്ലോ, അല്ലേ നമ്മളൊക്കെ. ഇനി കച്ചേരി കേട്ടു, അല്ലെങ്കിൽ നല്ല സംഗീതം കേട്ടു, കുറേ നേരം കേട്ടു, പിന്നെന്ത് പറയും? ഒന്ന് കിടക്കണം. ഇത്രയും നേരം കേട്ടു, ഒന്ന് കിടക്കണം. അതേമാതിരി തന്നെ എല്ലാ ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ചാലും അവസാനം എന്ത് പറയും? ഒന്ന് കിടക്കണം. ശരി, കിടന്നു, മുഴുവൻ സ്വപ്നമായിരുന്നു. വേഗം ചടിപ്പടഞ്ഞ് എണീറ്റു. ഒരു രക്ഷയില്ല, ചുമ്മാ സ്വപ്നം കണ്ടുകൊണ്ട് ഉറങ്ങാനേ പറ്റുന്നില്ല. എന്തൊരു കഷ്ടമാണ്. അപ്പൊ പറയും, ഒന്ന് നാമം ജപിച്ചിട്ട് കിടക്കൂ, സ്വപ്നമൊക്കെ അങ്ങ് പോകും എന്ന് പറയും. അപ്പൊ വേഗം കുറച്ചു നേരം നാമമൊക്കെ ജപിച്ചിട്ട് കിടക്കും. ആ സ്വപ്ന ലോകത്തിൽ നിന്ന് രക്ഷപ്പെടും. നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നതാണ് സ്വപ്നലോകം. അപ്പോ നാമം ജപിക്കുമ്പോൾ നമ്മൾ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടും തന്നെത്താൻ. എല്ലാം നമ്മൾ തന്നെയാണല്ലോ ചെയ്യുന്നത്, വേറെ ആൾ ചെയ്യുന്ന ഒരു കാര്യമേ അല്ലല്ലോ, അവനും തന്നെ ഇത് മുഴുവൻ ചെയ്യും. അപ്പോ നാമം ചൊല്ലുമ്പോ മനസ്സ് വേറൊരു വഴി തിരിയും, ഈശ്വരനിലേക്ക് തിരിയുമ്പോ ഈ സംസ്കാരജന്യമായ കാര്യങ്ങളിൽ നിന്ന് കുറച്ചു നേരത്തേക്ക് ഒന്ന് വിട്ടുകിട്ടും. നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ നാരായണീയ സത്രം നടന്നു ഇവിടെ. എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? പ്രാരബ്ധത്തിൽ നിന്ന്, ലൗകിക ജീവിതത്തിൽ നിന്ന് സമാധാനം ലഭിക്കാൻ. ഇതേ കാര്യം തന്നെയാണ് സ്വപ്നത്തിൽ എന്താ സംഭവിക്കുന്നത്? ആ സംസ്കാരജന്യമായ കാര്യങ്ങളാണ് അവിടെ കയറി വരുന്നത്. അപ്പോ അവിടെയും ഈശ്വരനെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് അവിടെയും ഇതിൽ നിന്നൊരു വിടുതൽ കിട്ടും. അവിടെയും ഭഗവാൻ അതിൽ നിന്ന് മാറ്റി ശാന്തി സമാധാനമായിട്ട് ഉറങ്ങാനുള്ള കുറച്ച് സമയം തരും. നമ്മളാണ് പിന്നെയും കുഴപ്പത്തിലാക്കുന്നത്, ഉണർന്നു കഴിയുമ്പോൾ വീണ്ടും പോയി. അപ്പൊ അതാണ് രാത്രി കിടക്കുന്നതിന് മുമ്പ് കരകരണകൃതം വാ കായിരം കർമ്മരം വാ എന്ന് പറയുന്ന പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിട്ട് കിടക്കണം എന്ന് പറയുന്നത് അതിനാണ്. ആ സ്വപ്നത്തിൽ ഭഗവാനെ ആവശ്യമില്ലാത്ത പ്രാരബ്ധം, പകൽ ഇത്രയും മുഴുവൻ പ്രാരബ്ധം അനുഭവിച്ചു, സ്വപ്നത്തിനെങ്കിലും ഒന്ന് എന്നതിൽ നിന്ന് വിടിയിച്ച് മാറ്റിത്തരണം, സ്വപ്നത്തിൽ വരാതെ കണ്ട് നല്ല ഒരു ഉറക്കം കിട്ടണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഭഗവാൻ ആ ഈശ്വരനാമത്തിനുള്ള ശക്തിയാണ്, ഈശ്വരനാമത്തിന്റെ ശക്തി. ആ ശക്തിയാണ് സ്വപ്നം കാണാതെ ആ സ്വപ്നത്തിൽ വരുന്ന സംസ്കാര ജനകമായിട്ടുള്ള കാര്യങ്ങളെ മാറ്റി തൽക്കാലത്തേക്ക് ആ ലൗകിക ജീവിതത്തിൽ നിന്ന്, പ്രാരബ്ധത്തിൽ നിന്ന് മാറ്റിവിട്ട് ഗാഠനിദ്രയിലേക്ക് കൊണ്ടുപോയി എത്തിക്കുന്നത്. അപ്പോ അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുമ്പോ എന്ത് ലഭിക്കുന്നു? ഒരു സുഖം ലഭിക്കുന്നു. ആ സുഖത്തിന്റെ പേരാണ് ആനന്ദം. പായസം കുടിക്കുമ്പോഴുള്ള സുഖമല്ല, അല്ലെങ്കിൽ ഒരാളെ കെട്ടിപ്പിടിക്കുമ്പോഴുള്ള സുഖമല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സംഗീതം കേൾക്കുമ്പോഴത്തെ സുഖമല്ല, എന്തെങ്കിലും കാണുമ്പോഴത്തെ സുഖമല്ല. ഈ സുഖമൊന്നുമല്ല, അതൊരു ആനന്ദമാണ്. അത് ജീവിതത്തില് എല്ലാ ദിവസവും ആ ഒരു സമയം വെച്ചിട്ടുണ്ട്. എന്ത്? രാത്രി പകൽ എന്ന്, ഭൂമി തിരിയുന്നതനുസരിച്ച് സൂര്യന്റെ രാത്രി പകൽ എന്ന് നമുക്ക് അനുഭവപ്പെടുന്നു. അതില് ആ സൂര്യൻ പോലും നമുക്ക് എന്താ പറയാ, നമ്മുടെ കാഴ്ചയിലില്ലാത്ത സമയം, സൂര്യന്റെ രശ്മി നമ്മളിൽ പതിക്കാത്ത സമയം, ആ സമയം, അതായത് എനർജികളൊന്നും പെട്ടെന്ന് പ്രവർത്തിക്കാതിരിക്കുന്ന സമയം, ഇന്ദ്രിയങ്ങളൊന്നും പെട്ടെന്ന് പ്രവർത്തിക്കാതിരിക്കുന്ന സമയം, അതിനുള്ള പ്രചോദനം പ്രകൃതിയിൽ നിന്ന് ഇല്ലാതിരിക്കുന്ന സമയം, ഈ സമയം നമ്മൾ ഉറങ്ങാൻ തന്നെയാണ് ഭഗവാൻ അങ്ങനെ ഒരു കാലം വെച്ചിരിക്കുന്നത്, രാത്രി പകൽ എന്നൊരു സമയം. എന്നിട്ട് അവിടെ എല്ലാവർക്കും
സകലമായ ജീവികൾക്കും ഈ ഒരു അനുഭവം തരുന്നുണ്ട്. എന്തനുഭവം? ഒന്നും അറിയാതിരിക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥയെ എന്താണ് നമ്മൾ പറയേണ്ടത്? ആനന്ദം എന്നാണ് പറയേണ്ടത്. പക്ഷെ നമുക്ക് ഈ സൃഷ്ടിയുടെ വൈഭവം കൊണ്ട് അങ്ങനെ അതിലിരിക്കാൻ പറ്റില്ല. അതിൽ നിന്ന് എണീക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ എണീറ്റ് കഴിയുമ്പോൾ വീണ്ടും ഈ സംഭവങ്ങളായി. അപ്പോൾ വലിയ വലിയ മഹാ തപസ്വികളൊക്കെ എന്ത് ചെയ്യും? ഈ ഒരു ആനന്ദം, അങ്ങനെ ഒരു സംഭവം ഉണ്ട്, അത് നമ്മൾ അനുഭവിക്കുന്നുണ്ട്, അതിനെ അറിഞ്ഞുകൊണ്ട് അനുഭവിക്കാനുള്ള കഴിവ് നേടലാണ് തപസ്സിൽ കൂടെയും ധ്യാനത്തിൽ കൂടെയൊക്കെ ചെയ്യുന്നത്. നമ്മളിത് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട് എന്നറിഞ്ഞ് അതിനുവേണ്ടി സാധനകൾ ചെയ്ത് ഇന്ദ്രിയങ്ങളെയെല്ലാം ഒതുക്കി മനസ്സിനെയും അവനവന്റെ കൺട്രോളിൽ കൊണ്ടുവന്ന് വേണ്ട ഒരു കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ ഈ ലൗകിക വിഷയങ്ങളൊന്നും മനസ്സിൽ വരാതെ, ഒരു കാര്യവും വരാതെ അവനവനിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥ. നമ്മൾ എന്ത് ചെയ്തു? എന്താ പറയാ, ഗാഠനിദ്രയിൽ എന്താ ചെയ്തത്? അവനവനിൽ ഒതുങ്ങി. പുറത്തേക്ക് പോകുമ്പോഴാണ് ലൗകികം. അവനവനിൽ ഒതുങ്ങി. ഇതാണ് ആത്മാവിലെ സന്തോഷത്തെ സ്വയം അനുഭവിക്കുക, ആത്മാവിൽ രമിക്കുക എന്ന് പറയുള്ളൂ. ഇതാണ് ആ ഒരു സമയം. അതിനെയാണ് അത് അവിടെ സംഭവിക്കുന്നത് അജ്ഞാനത്തിൽ കൂടെ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം പറയാം ഇനി. അപ്പോ അങ്ങനെയാണെങ്കിൽ ആ നിദ്ര അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ പോരെ എന്ന് ചോദിച്ചാൽ പോരാ, അത് വേറെ. കാരണം അത് അവിടെ അജ്ഞാനമാണ്, അറിഞ്ഞുകൊണ്ടല്ല. അജ്ഞാനമാണ്. ശരീരം ക്ഷീണിച്ചു, എല്ലാ ഇന്ദ്രിയങ്ങളും ക്ഷീണിച്ചു, പകലുകൊണ്ടെല്ലാം ക്ഷീണിച്ചു, എല്ലാവരും ജോലി നിർത്തി ഉടൻ കിടക്കും. എല്ലാ ഇന്ദ്രിയങ്ങളും ജോലി നിർത്തി, മനസ്സും ജോലി നിർത്തി. അത്രയും അവിടെ സംഭവിക്കുന്നുള്ളൂ. പിന്നെ ഒരു അറിവില്ലായ്മയാണ് പിന്നെ അവിടെ, യാതൊന്നും അറിയുന്നില്ല. അപ്പോ അത് അജ്ഞാനമാണ്. ആ അജ്ഞാനത്തിൽ ഇരിക്കുമ്പോ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞ ഒരു ആനന്ദം അവിടെ ലഭിക്കുന്നത്. പക്ഷെ അത് നിലനിൽക്കില്ല, കാരണം അജ്ഞാനത്തിലാണ്. അത് നിലനിൽക്കാൻ പറ്റില്ല, അജ്ഞാനത്തിലുള്ളവരൊന്നും നിലനിൽപ്പില്ല. അപ്പോ ആ ആനന്ദം നിലനിൽക്കില്ല. അപ്പൊ നമ്മൾ ഉണരും. അതേസമയം വലിയ വലിയ യോഗികൾ ചെയ്യുന്ന സാധനയിൽ കൂടി ലഭിക്കുന്ന സച്ചിത് ആനന്ദം എന്നുള്ള ആ ആനന്ദം, അതിലേക്ക് പോകുന്നത് എങ്ങനെയാ? അറിവിൽ കൂടിയാണ്. ചിത്തുണ്ടല്ലോ അവിടെ, സത്തുണ്ട്, ചിത്തുണ്ട് എന്നിട്ട് ആനന്ദത്തിലേക്ക് വരുന്നത്. ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട്. അപ്പൊ അവിടെ അജ്ഞാനം മാറി എന്തായി? ജ്ഞാനമായി. ജ്ഞാനത്തിൽ കൂടി. എങ്ങനെയാ ജ്ഞാനം വരുന്നത്? ഞാൻ ഈ ശരീരമല്ല, ഈ കാണുന്നതൊന്നും സത്യമല്ല, ബ്രഹ്മസത്യം, ജഗത് മിഥ്യ എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. ഇങ്ങനെ ചിന്തിച്ച് ഞാൻ ആര്, രമണ മഹർഷി പറഞ്ഞ പോലെ ഞാൻ ആര് എന്ന് ചിന്തിച്ച് ഞാൻ ആത്മാ എന്ന്. അതിനുള്ള വഴികളാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നേരത്തെ ആത്മാവിന്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ കുറെ വന്നിട്ടുണ്ട്. അതിലൊരു ഭാഗമാണിത്, അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതിലെ ഒരു ഭാഗമാണല്ലോ ഇപ്പൊ നമ്മള് അവസ്ഥാത്രയത്തിനപ്പുറത്തുള്ളത് എന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ് പഠിക്കാൻ പോകുന്നത്. ആ അവസ്ഥാത്രയത്തിലെ മൂന്നാമത്തെയാണ് ഇപ്പൊ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആനന്ദം അനുഭവിക്കുന്നുണ്ട് എന്ന് പറയാനാണ് ഇത്രയും പറഞ്ഞത്. പുറത്ത് ജാഗ്രതത്തിലേക്ക് വന്ന ശേഷം നമ്മൾ പറയും ഒന്നും അറിഞ്ഞില്ല എന്ന് പറയും, സുഖമായി ഉറങ്ങി എന്ന് പറയും. അപ്പോ ജാഗ്രതത്തില് ഉള്ളതൊന്നും അറിയാതെ ഇരുന്നാൽ മാത്രമേ ഈ ആനന്ദം വരുള്ളൂ. ഇവിടെ കാരണശരീരത്തിൽ മാത്രമാണ് അഭിമാനം. കാരണശരീരത്തിൽ മാത്രമാണ് അഭിമാനം. കാരണശരീരം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചു, ഒരു വിത്ത്. അതിൽ മാത്രമേ അഭിമാനമുള്ളൂ. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ആ സുഷുപ്തി അനുഭവിക്കുന്നത്. അതായത് ഒരു റെഫറൻസ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഈ സ്വപ്നാവസ്ഥയും സുഷുപ്തി അവസ്ഥയെയും ഒരു റെഫറൻസ് എന്നേ പറയാൻ പറ്റുള്ളൂ. അതിന് ആ അവസ്ഥകൾക്ക് ഒരു റെഫറൻസ്. ആ അവസ്ഥകളിൽ നിന്ന് അത് പുറത്തു വന്നാലേ പറയാൻ പറ്റുള്ളൂ, അല്ലേ? പുറത്തു വന്നാലേ പറയാൻ പറ്റുള്ളൂ. സ്വപ്നം കൊണ്ടുവന്ന് എപ്പോഴാ പറയുന്നത്? ഉണർന്നു വരുമ്പോഴാണ്. സുഷുപ്തി അവസ്ഥയിലും എപ്പോഴാ പറയുന്നത്? പുറത്തേക്ക് വന്നിട്ടാ പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ രണ്ടിനെയും റെഫറൻസ് അവസ്ഥ എന്ന് പറയുന്നത്. സ്വപ്നാവസ്ഥയെയും സുഷുപ്തി അവസ്ഥയെയും റെഫറൻസ് അവസ്ഥകൾ എന്ന് പറയും. നമുക്ക് പറയാൻ പറ്റും എന്ത്? ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറയുമല്ലോ.
സ്വപ്നാവസ്ഥയിൽ ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറയും. അപ്പൊ ആ അവസ്ഥയെ നമ്മൾ അറിയുന്നുണ്ട് പുറത്തു വന്നിട്ട്. പിന്നെ സുഷുപ്തിയെയോ അപ്പോഴും നമ്മൾ പറയുന്നുണ്ട് ഞാൻ സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. ഇത് പറയുന്ന ആരാ? ഞാൻ തന്നെയാണ്. അപ്പൊ ഞാൻ ഒരു റെഫറിയാണ്. ഇന്ന സമയത്ത് ഇന്ന റെഫറൻസിൽ ഞാൻ ഇങ്ങനെ ഉണ്ടായി എന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് ഒരു 10 പ്രാവശ്യമെങ്കിലും ഇത് കേൾക്കണേ, എന്നാലേ അത് ഉള്ളിലേക്ക് പോവുള്ളൂ. റെഫറൻസ് അവസ്ഥ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ. സ്വപ്നം കണ്ടു എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? വരുമ്പോ എന്തെല്ലാം കണ്ടു എന്ന് ഒരു വിധമൊക്കെ ചിലർക്കൊക്കെ നന്നായിട്ട് പറയാൻ പറ്റും, ചിലർക്ക് മുഴുവൻ ഓർമ്മ ഉണ്ടാവില്ല. അതേപോലെ സുഖമായി ഉറങ്ങിയെന്ന് എല്ലാവരും പറയും, അതെല്ലാവർക്കും പറയാൻ പറ്റും. എത്ര സമയം ഉറങ്ങിയെന്ന് പറയാൻ അതിന് വരുന്നുണ്ട്. അപ്പൊ ഈ ജ്ഞാനം എങ്ങനെ നേടാൻ പറ്റും? ഈ സ്വപ്നാവസ്ഥയിൽ ജ്ഞാനം നേടാൻ പറ്റുമോ? എന്തെങ്കിലും ജ്ഞാനം ലഭിച്ചിട്ടുണ്ടോ സ്വപ്നത്തിൽ നിന്ന്? കിട്ടില്ല. സുഷുപ്തിയിൽ ജ്ഞാനം കിട്ടുന്നുണ്ടോ? അവിടെ അറിവില്ലായ്മയാണെന്ന് പറഞ്ഞു. ജ്ഞാനം കിട്ടുന്നുണ്ടോ? അവിടെ ജ്ഞാനം കിട്ടത്തില്ല. ജ്ഞാനം ലഭിക്കണമെങ്കിൽ ഏതവസ്ഥ വേണം? ജാഗ്രത അവസ്ഥ വേണം. അവിടെയാണ് ഗുരുവിനെ സമീപിക്കലും, ഗുരുവിനെ കാണലും, ഗുരുവിനെ അനുഗ്രഹം കിട്ടലും, പഠിക്കലും, ഈശ്വരനെ വിളിക്കലും, സാധനകൾ ചെയ്യലും എല്ലാം ഏതിലാണ്? ജാഗ്രതത്തിലാണ്. അതുകൊണ്ട് അത് റെഫറൻസ് അല്ല, അതവിടെ നടക്കുന്നൊരു കാര്യമാണ്. മറ്റേത് രണ്ട് റെഫറൻസാണ്. പിന്നെ ഇവിടെ ഒരു വാചകം പറഞ്ഞു, അഹം, ഞാൻ, കിമപി ന ജാനാമി, ഞാൻ ഒന്നും അറിഞ്ഞില്ല. പിന്നെയോ സുഖേന മയാ നിദ്ര അനുഭൂയത്തെ, ആനന്ദമായി നിദ്രയെ ഞാൻ അനുഭവിക്കുന്നു. ഇതി സുഷുപ്തി അവസ്ഥ എന്ന് ഗാഠനിദ്ര അവസ്ഥ. കാരണശരീര അഭിമാനി ആത്മാ പ്രാജ്ഞ ഇത്യുച്യത്തെ. പ്രാജ്ഞൻ ആണ് കാരണശരീര അഭിമാനി. മറ്റേ രണ്ട് അഭിമാനങ്ങളും നേരത്തെ പറഞ്ഞു. ഇപ്പോ കാരണശരീര അഭിമാനിയായിട്ടുള്ള ഇതിനെ പ്രാജ്ഞൻ എന്ന് പറയുന്നു. കാരണശരീരത്തിൽ ലയിക്കുമ്പോഴാണ് ഈ സുഖം അനുഭവിക്കുന്നത്. അപ്പോ കാരണശരീരത്തിൽ മാത്രം അഭിമാനിയായിട്ടിരിക്കുകയാണ്. അയാളുടെ പേരാണ് പ്രാജ്ഞൻ. അപ്പൊ ജീവന്റെ 3 പേരുകൾ നമുക്ക് കിട്ടി. ജീവന് 3 പേരുകൾ നമുക്ക് കിട്ടി. എന്തൊക്കെയാണ്? വിശ്വൻ, എങ്ങനെ? ജാഗ്രതയിലിരിക്കുമ്പോ, ഉണർന്നിരിക്കുമ്പോ. പിന്നെ തൈജസൻ, എപ്പോ? സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോ. പിന്നെ അടുത്ത പേര് നന്നായിട്ട് ഗാഠനിദ്രയിൽ പോയപ്പോ സുഖമായിട്ട് ഉറങ്ങുമ്പോ പ്രാജ്ഞൻ. ഈ 3 പേര് ആരുടെയാ? നമ്മുടെ തന്നെയാണ്. ഒരേ ആള് തന്നെ ഈ 3 പേരിലും ഇരിക്കുന്നത്. ഞാൻ എന്ന ആള് ഈ 3 ശരീരങ്ങൾക്കും 3 അവസ്ഥയ്ക്കും അപ്പുറം ആണ്. ഞാൻ ജാഗ്രത ആണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ സ്വപ്നം കാണാൻ പാടില്ല. ഇല്ല. അപ്പൊ ഞാൻ സ്വപ്നം കാണുന്നുണ്ട്, അപ്പൊ ജാഗ്രത അല്ല, ഇനി സ്വപ്നമാണ്. സ്വപ്നം മാത്രമാണോ? അല്ല. സുഷുപ്തി പോകുന്നുണ്ട്, അത് മാത്രമാണോ? അല്ല. അതാണ് ആത്മാ. ഇതിനപ്പുറം, ഇത് 3നെയും അറിയുന്നു. അതിനപ്പുറം. ഇനി 3 ശരീരങ്ങളെ കുറിച്ച് പറഞ്ഞു. അത് 3 ശരീരങ്ങളാണോ എന്ന് ചോദിച്ചപ്പോ നേരത്തെ പറഞ്ഞതല്ലെന്ന്. അപ്പോ ഞാൻ ആത്മാ എന്നാൽ ഈ 3 ശരീരങ്ങൾക്കും 3 അവസ്ഥയ്ക്കും അപ്പുറം ആണ് എന്നാണ് ഇപ്പൊ മനസ്സിലാക്കി വരുന്നത്. നമ്മൾ ഇവിടെയൊക്കെ ഞാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശങ്കരാചാര്യസ്വാമി പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. ഇതൊന്നുമല്ല. നീ വിശ്വനാണോ? അല്ല. തൈജസനാണോ? അല്ല. പ്രാജ്ഞനാണോ? അല്ല. ആണോ? ആ അവസ്ഥയിലാണ്. അതിനപ്പുറമോ? അല്ല. അപ്പോ ആദ്യപടിയായിട്ട് പറഞ്ഞാല് ഈ 3 ജാഗ്രത, സ്വപ്ന, സുഷുപ്തി ഒരുമിച്ചുണ്ടാവുമോ? 3 അവസ്ഥയെ ഒന്നിച്ച് അനുഭവിക്കാൻ പറ്റുമോ? ജാഗ്രത, സ്വപ്ന, സുഷുപ്തി ഒന്നിച്ച് അനുഭവിക്കാൻ പറ്റുമോ? ഇല്ല. ജാഗ്രതയിലിരിക്കുമ്പോൾ പറ്റില്ല, സ്വപ്നത്തിൽ വരുമ്പോൾ ജാഗ്രത ആകാൻ പറ്റില്ല, സ്വപ്നത്തിലിരിക്കുമ്പോൾ സുഷുപ്തി പറ്റില്ല, സുഷുപ്തിയിലിരിക്കുമ്പോൾ ജാഗ്രത പറ്റില്ല. ഇതൊന്നും പറ്റില്ല. അപ്പോ ഏകകാലം ഏക അവസ്ഥ. ഒരു കാലത്തില് ഒരവസ്ഥയെ ഉണ്ടാവുള്ളൂ. ഏകകാലം ഒരവസ്ഥ. ഓരോ അവസ്ഥയും വന്ന് വന്ന് പോകും. ഓരോ അവസ്ഥയും വന്ന് വന്ന് പോകും. ഈ 3 അവസ്ഥയും വന്ന് വന്ന് പോകുന്നു. ഈ പറയണതാരാ? 3 അവസ്ഥയും വന്നു പോകുന്നു എന്ന് പറയുന്നത് ആരാണ്? ഞാൻ ഉണർന്നിരിക്കുന്നു. അപ്പൊ ആരാണ് അവിടെ പറയുന്നത്? ഞാൻ. ഞാൻ സ്വപ്നം കണ്ടു പറയുന്നത് ആരാണ്? ഞാൻ.
ഞാൻ സുഖമായി ഉറങ്ങി പറയുന്നത് ആരാണ്? ഞാൻ. അപ്പൊ ഈ മൂന്നവസ്ഥയും കടന്നു പോകുന്നുണ്ട്. ആര്? ഞാൻ. അപ്പൊ പറയുന്ന ഞാൻ തന്നെ. അവസ്ഥ അനുഭവിക്കുന്ന മൂന്നവസ്ഥയും അനുഭവിക്കുന്നത് ഞാൻ തന്നെ. അപ്പൊ ഞാൻ ഈ അവസ്ഥയാണോ? അല്ല. അപ്പൊ ഞാൻ വിശ്വനാണോ? അല്ല. ഞാൻ തൈജസ്സനാണോ? അല്ല. ഞാൻ പ്രാജ്ഞനാണോ? അല്ല. അതെന്താണ്? അതെന്റെ ഒരു പേര് മാത്രം. ആ സമയത്ത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പേര് മാത്രം. വീട്ടിലിരിക്കുമ്പോ 9 മണി, ഇപ്പൊ നമ്മള് ഒരു ഉദാഹരണം പറയുന്നത് ഇവിടെ 9 മണിക്ക് വീട്ടിലൊരാൾ വന്നു. നമ്മൾ വീട്ടിലുള്ളപ്പോ 11 മണിക്ക് ഒരാൾ വന്നു, 1 മണിക്ക് ഒരാൾ വന്നു. അപ്പൊ ഓരോരുത്തരും വന്നു പോകുന്നു. ഇത് വീട്ടിലിരിക്കുന്ന ആൾ അറിയുന്നുണ്ട്. ആ ശരിയാണല്ലോ, മറ്റേ ഇന്ന ആള് 9 മണിക്ക് വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് 12 മണിയായപ്പോഴാണ് മറ്റേ ആള് വന്നത്. ഓ ശരി. 1 മണിയായപ്പോ നിന്റെ ഓഫീസിലെ മറ്റേ വേറൊരാള് അയാളും വന്നിരുന്നു. അപ്പൊ ഇതാരാ അറിഞ്ഞത്? വീട്ടിലിരിക്കുന്ന ആൾ അറിഞ്ഞു. 3 പേരും വന്നു പോയത് വീട്ടിലിരിക്കുന്ന ആള് അറിഞ്ഞു. 9 മണിക്ക് വന്ന ആൾക്ക് എന്താ അറിയാൻ പറ്റുക? 9 മണിക്ക് ആ വീട്ടിൽ വന്ന ആൾക്ക് എന്തറിയാൻ പറ്റും? അയാൾ വന്നു എന്നല്ലേ അറിയാൻ പറ്റുള്ളൂ. 11 മണിക്കും 1 മണിക്കും ആ വീട്ടിൽ വേറെ ആള് വന്നു എന്നുള്ള അയാൾക്ക് അറിയാൻ പറ്റുമോ? പറ്റില്ല. അയാൾക്ക് 9 മണിക്ക് ഞാൻ വന്നു എന്ന് മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. അയാൾ വന്ന കാര്യം മാത്രമേ അയാൾക്ക് അറിയുള്ളൂ. ഇതുപോലെയാണ് സ്വപ്നത്തിന്റെ അവസ്ഥ. അയാൾ വന്നു പോയെന്നേ അയാൾക്കറിയുള്ളൂ. ജാഗ്രതയിൽ വന്നു പോയെന്നേ അയാൾക്കറിയുള്ളൂ. സുഷുപ്തിയിൽ വന്നു പോയെന്നേ അയാൾക്കറിയുള്ളൂ. ആർക്ക്? വിശ്വന്, തൈജസ്സിന്, പ്രാജ്ഞന്. ഇതെങ്ങനെയാ നാം മനസ്സിലായേ? ഈ 9 മണിക്കും 11 മണിക്കും 1 മണിക്കും ഓരോരുത്തർ വന്നു എന്ന് ആർക്കാ മനസ്സിലായേ? സ്ഥിരമായി അവിടെ ഇരുന്ന ആൾക്ക് അല്ലെ? അയാൾ എണീറ്റ് പോയിരുന്നെങ്കിൽ പറ്റില്ലല്ലോ. 9 മണിക്ക് ഒരാൾ വന്നപ്പോ ഇയാൾ എണീറ്റ് പോയി, 11 മണിക്ക് ഒരാൾ വന്ന അയാൾ അറിയോ? അറിയില്ല. അപ്പോ ഈ വീട്ടിലെ ആള് അവിടെ ഇരിപ്പുണ്ട്, അയാൾ എങ്ങും പോയിട്ടില്ല. അപ്പോഴാണ് 3 പേര് വന്നു പോയ കാര്യം അയാൾ കണ്ടത്. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഞാൻ ജാഗ്രതയിൽ അറിയുന്നുണ്ട്, ഞാൻ സ്വപ്നം കാണുന്നുണ്ട്, ഞാൻ സുഖമായി ഉറങ്ങുന്നുണ്ട്. എല്ലാ സ്ഥലത്തും ഞാൻ ക്ലിയർ ആയിട്ട് അവിടെ ഉണ്ട്. ഒരു കുഴപ്പമില്ല, ഞാൻ അവിടെ ഉണ്ട്. ഞാനാണ് ഇതെല്ലാം അറിയുന്നത്. ഞാൻ അവിടെ സ്ഥിരമായി ഇരിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം മനസ്സിലാകുന്നത്. ഞാൻ അവിടെ ഉണ്ട്, മാറാതെ ഇരിക്കുന്നു, മാറ്റത്തെ അറിയുന്നു. മാറാതെ ഇരിക്കുന്നു, മാറ്റത്തെ അറിയുന്നു. ഏതു മാറ്റവും മാറ്റമില്ലാത്ത ഒന്നിന്റെ ആധാരത്തിലേ നടക്കുകയുള്ളൂ അല്ലെ? എന്തെങ്കിലും ഒരു മാറ്റം വേണമെങ്കിൽ മാറ്റമില്ലാത്ത ഒരു ആധാരം അതിന് വേണം. എന്നാൽ മാത്രമേ ഒരു ബേസ്മെന്റ്, അവിടെ ബേസ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അതിന് ആ മാറ്റം നടക്കുകയുള്ളൂ. ഇപ്പൊ റെയിൽ നല്ലൊരു ഉദാഹരണമാണ്. റെയിൽ ഓടുന്നതോ, ട്രെയിൻ ഓടുന്നത് റെയിൽ എന്ന ആധാരത്തെ ആസ്പദമാക്കിയിട്ടാണ് അല്ലെ? പാളമുള്ളത് കൊണ്ടല്ലേ? ആ പാളമുള്ളത് കൊണ്ടാണ് ട്രെയിൻ ഇങ്ങനെ മാറി 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 ഓടുന്നത്. അപ്പോ ഞാൻ തന്നെയാണ് ആധാരമായി, ഞാൻ തന്നെയാണ് ഉണർന്നിരുന്നു എന്നും സ്വപ്നം കണ്ടു എന്നും ഒന്നും അറിയാതെ ആനന്ദമായി ഉറങ്ങി എന്നും പറയുന്നത്. ഞാൻ 3 അവസ്ഥയെയും അറിയുന്നു. ഇത് വളരെ നന്നായിട്ട് ഉള്ളിലോട്ട് മനസ്സിലാക്കിക്കോണം. ഞാൻ 3 അവസ്ഥയെയും അറിയുന്നു. പക്ഷേ ജാഗ്രതയിലിരിക്കുമ്പോൾ മാത്രമേ, ഉണർന്നിരിക്കുമ്പോൾ മാത്രമേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. എന്ത് പറയാൻ പറ്റുള്ളൂ? ഞാൻ ദേ ഉണർന്നിരിക്കുന്നു, ഞാൻ സ്വപ്നം കണ്ടു, സ്വപ്നത്തിൽ പോയിരുന്നു, ഞാൻ സുഖമായി ഉറങ്ങി എന്ന്. സ്വപ്നത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റുമോ ഞാൻ ജാഗ്രതയിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. സുഖമായി ഉറങ്ങി എന്നുള്ള ആ സമയത്ത് നമുക്ക് പറയാൻ പറ്റുമോ ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ ജാഗ്രതയിലായിരുന്നു എന്ന്? പറ്റില്ല. അപ്പൊ എപ്പോഴാ പറ്റുന്നേ? ജാഗ്രതയിൽ ഇരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഞാൻ സ്വപ്നം കണ്ടു എന്നും ഞാൻ സുഖമായി ഉറങ്ങി എന്നും പറയാൻ പറ്റുള്ളൂ. എന്താ കാരണം?
അതെന്തുകൊണ്ടാ അങ്ങനെ? കാരണം എല്ലാ ഇന്ദ്രിയങ്ങളും ജാഗ്രത്തിലാണ് ഉണർന്നിരിക്കുന്നത്. എല്ലാ ഇന്ദ്രിയങ്ങളും ഉണർന്നിരിക്കുന്നത് ജാഗ്രത്തിലാണ്. അതുകൊണ്ടാണ് മറ്റ് രണ്ടവസ്ഥകളെ കുറിച്ച് ജാഗ്രത്തില് പറയാൻ നമുക്ക് സാധിക്കുന്നു. സ്വപ്നത്തില് പാതി മനസ്സ് വർക്ക് ചെയ്യുള്ളൂ, ഫുൾ ആയിട്ടല്ല വർക്ക് ചെയ്യുന്നതിൽ പാതി മനസ്സേ വർക്ക് ചെയ്യുന്നുള്ളൂ. കാരണം സംസ്കാരജന്യമായ ഒരു ലോകത്തെ ആണ് അവിടെ അനുഭവിക്കുന്നതും അതിനകത്തൂടെ സഞ്ചരിക്കുന്നതും ഒക്കെ ഒരു സംസ്കാരജന്യമാണ്. അതുകൊണ്ട് ഫുൾ മനസ്സ് അവിടെ ഇല്ല, ഒരു പകുതി മനസ്സേ അവിടെ വർക്ക് ചെയ്യുന്നു. സുഷുപ്തിയില് മനസ്സില്ലേ ഇല്ല, എല്ലാം അടങ്ങി, ഒന്നുമില്ല അവിടെ. ജാഗ്രത്തില് ഫുൾ മനസ്സ്, എല്ലാ ഇന്ദ്രിയങ്ങളൊക്കെ സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നൊരു സമയം. സ്വപ്നത്തിൽ വരുമ്പോൾ സംസ്കാരജന്യമായ കാര്യങ്ങളെ മാത്രം പറയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സ്. ഇപ്പോൾ ഫുള്ളില്ല, പവർ കുറച്ച് കുറഞ്ഞു. സുഷുപ്തി പോകുമ്പോ തീരെ ഒന്നുമില്ലാണ്ടായി, മനസ്സങ്ങ് അടങ്ങി. പോയി എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അവിടെ ഉണ്ട്, അടങ്ങി, പ്രവർത്തിക്കാതെ ബീജാവസ്ഥയില് മിണ്ടാതെ ഇരിക്കുന്നു. അല്ലെ, നേരത്തെ പറഞ്ഞ ഒരു വിത്തിനകത്ത് ഒരു വലിയ വൃക്ഷം അതിൻ്റെ എല്ലാ അംഗങ്ങളോടും കൂടി ഒരു വിത്തിനകത്ത് എങ്ങനെ ഒരു വൃക്ഷം അമർന്നിരിക്കുന്നുവോ അതുപോലെ ബീജാവസ്ഥയിൽ ഇരിക്കുന്നു, കാരണശരീരത്തിൽ ഇരിക്കുന്നു. ജാഗ്രതയിലോ മനസ്സ് മുഴുവനായിട്ടുമുണ്ട്. അപ്പൊ ഈ മൂന്ന് അവസ്ഥയിലും ഞാനുണ്ടെന്ന് പറയും. ആരോ ഒരാൾ സാക്ഷിയായിട്ടിരിക്കുന്നുണ്ട്, ഇല്ലേ? ഞാൻ ദേ ജാഗ്രതയിൽ ഇതൊക്കെ കണ്ടു, ഈ ലോകമൊക്കെ കണ്ടു, അമേരിക്ക കണ്ടു, അത് കണ്ടു, ഇത് കണ്ടു, ഇതിലെല്ലാ സംഭവങ്ങളും കണ്ടു, ആകാശത്തെ കാണുന്നു, ഭൂമിയെ കാണുന്നു, വെള്ളം കാണുന്നു, നദി കാണുന്നു, പർവ്വതങ്ങളെ കാണുന്നു, പക്ഷികളെ കാണുന്നു, നക്ഷത്രങ്ങളെ കാണുന്നു, ഞാനെല്ലാം കണ്ടു. സ്വപ്നത്തിലോ ഞാൻ നന്നായിട്ട് സ്വപ്നം കണ്ടു, ഇന്ന കാര്യങ്ങളാണ് ഞാൻ സ്വപ്നം കണ്ടത്, എത്രയോ സ്വപ്നം ഞാൻ കണ്ടു. ചിലർ സ്വപ്നം കണ്ടതൊക്കെ എഴുതിയിടുന്ന ആൾക്കാരുണ്ട് ഡയറിയിൽ, അങ്ങനെയുണ്ട് സ്വപ്നം. പിന്നെന്ത് പറഞ്ഞു? ഞാൻ സുഖമായിട്ട് ഉറങ്ങി, ഇത് പറയാത്തൊരു മനുഷ്യനും ഇല്ല. സുഖമായിട്ട് ഉറങ്ങി, സുഖമായിട്ട് ഉറങ്ങി, സുഖമായിട്ട് ഉറങ്ങി. അപ്പോ ഈ മൂന്നവസ്ഥയിലും സാക്ഷിയായിട്ട് ഒരാളുണ്ടായിരുന്നു. സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താ? ആരാണ് നമ്മൾ സാക്ഷി എന്ന് പറയുക? പ്രതിയാണോ? ഒരു കേസിൽ സാക്ഷി എന്ന് പറഞ്ഞാൽ ആരാണ്? അതില് പെടാത്ത ഒരാൾ, ആ പ്രശ്നത്തിൽ പെടാത്തൊരു വ്യക്തി, അയാൾ പുറത്തു നിന്നാ സാക്ഷി പറയുക. ഇന്ന് ഞാൻ കണ്ടു, ഇന്ന കാര്യം ഞാൻ കണ്ടു, അതാണ് സാക്ഷി. അയാള് അതിനകത്ത് ഉൾപ്പെട്ട ആളല്ല. ഉൾപ്പെട്ട ആളുടെ പേരെന്താ? പ്രതി എന്നാണ്. പിന്നെ ഒരാളാരാ? ഇതിന്റെ ദുഃഖം അനുഭവിക്കുന്ന ഒരു വ്യക്തി. അപ്പൊ ഇവിടെ സാക്ഷി എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. അനുഭവിക്കുന്നു എന്ന് പറയാൻ ഇവിടെ പാടില്ല, അതുകൊണ്ടാണ് സാക്ഷി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. അത് പിന്നീട് വരും, വിശദമായിട്ട് വരുമ്പോൾ വരും. കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ, ആത്മതത്വങ്ങളിലേക്ക് പോകുമ്പോൾ ഒരു എന്തുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല, അനുഭവിക്കുന്നു എന്തുകൊണ്ട് പറയാൻ പാടില്ലെന്ന് പിന്നെ വരും. അപ്പോ ഇവിടെ സാക്ഷിയാണ്, മൂന്നവസ്ഥയിലും സാക്ഷിയായി ഇരിക്കുന്നു എന്ന് കാണാം. ഇവിടെയാണ് ആത്മാ കഹ എന്ന് നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം വരുന്നു. ആത്മാ അഹം, ഞാൻ. ആത്മാ ഞാൻ എന്നിവിടെ മറുപടി വരുന്നു. ആത്മാ കഹ എന്ന് ചോദിച്ചപ്പോൾ പറയുന്നു ആത്മാ ഞാൻ, സാക്ഷിയായിരിക്കുന്ന ഞാൻ. മൂന്നവസ്ഥയിലും മാറാതെ സ്ഥിരമായിരിക്കുന്ന ഞാൻ, അതാണ് ആത്മാ. നമ്മളിതിനെ തപ്പിക്കൊണ്ടിരിക്കുക, വേറെ എവിടെയോ ആത്മാ വേറെ എവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വരനെ തപ്പുന്ന പോലെ തന്നെ. ഈശ്വരനെ പോയി തപ്പിക്കൊണ്ടേയിരിക്കും. എത്ര അമ്പലങ്ങളിൽ പോയി തപ്പുന്നു, എവിടെയെല്ലാം തപ്പുന്നു. അപ്പൊ പറയുന്നത് അന്തര്യാമയായിട്ട് ഞാനുണ്ടെന്ന്. അതൊട്ട് നോക്കത്തുമില്ല. അന്തര്യാമിയാണ്, അന്തര്യാമിയാണ്. എത്ര എല്ലാ പുരാണങ്ങളിലും എല്ലാ വേദത്തിലും എല്ലാത്തിലും പറയുന്നുണ്ട് ഭഗവാൻ ഞാൻ അന്തര്യാമിയാണ്. എന്നിട്ടും നമ്മൾ പഠിക്കില്ല, നമ്മൾ ഓടും, സകല സ്ഥലത്തേക്കും പോകും കാണാനായിട്ട്. അവിടെ ഉണ്ടോ ഭഗവാൻ, ഇവിടെ ഉണ്ടോ ഭഗവാൻ. എന്നിട്ട് അവിടെ ഇരിക്കുന്ന വിഗ്രഹത്തില് ഭഗവാനെ കണ്ടു എന്നൊരു സമാധാനത്തോടെ തിരിച്ചു വരും. അവൻ്റെ ഉള്ളിലുള്ളത് കണ്ടിട്ടില്ല. ഇനി അവിടെ നിന്ന് വരുമ്പോൾ കൊണ്ടുവരുന്നുണ്ടോ? അതുമില്ല. അവിടെ ചെന്നിട്ട് കണ്ണടയ്ക്കുമ്പോൾ ഓർത്താ പോരെ, അവിടെ ചെന്ന് കണ്ണടയ്ക്കാതിരിക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു അമ്പലത്തിൽ ഒരു വിഗ്രഹത്തിന് മുമ്പിൽ പോയി കണ്ണടയ്ക്കാതിരിക്കാൻ പറ്റുമോ? നമ്മളറിയാതെ അടച്ചു പോകും. കാരണം അകത്തിരിക്കുന്ന ആള് പറയാണ് കുഞ്ഞെ ഇങ്ങോട്ട് നോക്ക്.
അതാണ് ഒരു സെക്കൻഡ് നമ്മൾ അറിയാതെ കണ്ണടച്ചു. ഒരു സെക്കൻഡ് അടച്ചു. ഇത്രയും ഇടിപ്പിടിച്ച അയ്യപ്പന്റെ അവിടെ ചെന്ന് 32 മണിക്കൂർ 42 മണിക്കൂറും ക്യൂ നിന്ന് ആ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞ് അയ്യപ്പനെ കാണലും കണ്ണടക്കലും ഒന്നിച്ചു കഴിയും. അത് സൃഷ്ടിയുടെ വൈഭവമാണത്. അകത്തിരുന്ന് പറയാണ്, ഇങ്ങോട്ട് നോക്കു കുഞ്ഞേ. ഇപ്പൊ നമ്മൾ ശരിക്കും എന്താ ചെയ്യുന്നത്? ആ കാണുന്ന രൂപത്തെ ഉള്ളിലേക്ക് എടുക്കുക തന്നെ നമ്മൾ ചെയ്യുന്നത്. ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് കണ്ണടയ്ക്കുമ്പോൾ ആ രൂപത്തെ നമ്മൾ ആവാഹിച്ചകത്തേക്ക് എടുക്കണം. പക്ഷെ അത് നമ്മൾ അറിയുന്നില്ല. അതാണ് പ്രോസസ്സ് എന്ന് നമ്മൾ അറിയുന്നില്ല. എന്തോ കണ്ണടച്ചു എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ശരിക്കും ആ സൃഷ്ടിയിൽ തന്നെ, ഈ ശരീരത്തിൽ തന്നെ ഭഗവാൻ അത് വെച്ചിരിക്കുന്നതിനെ നമ്മൾ അറിയുന്നില്ല. അകത്തിരിക്കുന്ന ആ പ്രകാശത്തെ, ആ സാക്ഷിയായിട്ടിരിക്കുന്ന ആത്മാവിനെ അറിയുന്നില്ല. അപ്പോ ഞാൻ ആര്? എന്താണ് പേര്? നമ്മുടെ പേര് പറഞ്ഞു തന്നു, സാക്ഷി. സുഖമായിട്ട് പറഞ്ഞു തന്നു, വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നു. ഇവിടെ ഞാൻ ആര്? സാക്ഷി. അത്രേ ഉള്ളൂ. നീ സാക്ഷിയാണ്, നീ വേറൊന്നുമില്ല, നീ സാക്ഷിയാണ്. സാക്ഷി ആരാണ്? സാക്ഷിയാത്മ. അപ്പൊ നീ ആരാണ്? ഞാനാത്മ. അപ്പോ വിശ്വനെയും തൈജസനെയും പ്രാജ്ഞനെയും കാണുന്ന ഞാൻ സാക്ഷി. അപ്പൊ നാലാമത് ഒരാളെ പോലെ, അതാണ് തുരീയം. നാലാമതൊരാളെ പോലെ, അതാണ് തുരീയം. വലിയ വലിയ ആൾക്കാരൊക്കെ, ഒത്തിരി ആത്മീയമായിട്ട് പഠിച്ച ആൾക്കാരും വേദാന്തം പഠിച്ചവരും ഒക്കെ മാത്രമേ ഈ നാലാമത്തെ അവസ്ഥയെ പറയുള്ളൂ. തുരീയം ഒരവസ്ഥയുണ്ടെന്ന് പറയും. ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മറ്റേ സുഷുപ്തിയോടുകൂടി തീർന്നു. പിന്നെ ആ സാക്ഷിയാണ് ഇവർ തുരീയം എന്ന് പറയുന്നത്, നാലാമത്തതായിട്ട് പറയുന്നത്. അപ്പൊ തെറ്റിദ്ധാരണയ്ക്ക് ഒരു സാധ്യതയുണ്ട് അവിടെ. അയ്യോ, നാലവസ്ഥയുണ്ടല്ലോ, തുരീയം ഉണ്ടല്ലോ. തുരീയം ഇത് ആത്മാ തന്നെ എന്നുള്ളത് സങ്കല്പമാണ്. അതായത് ഒരു ആള് അച്ഛനാണ്, അയാൾ കൂട്ടുകാരനാണ്, അയാളൊരു ഓഫീസറാണ്, അയാളൊരു സെർവൻ്റ് ആണ്, അയാളൊരു ഭർത്താവാണ്. പല 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 റോളുകൾ ചെയ്യും. പക്ഷേ അയാളൊരു മനുഷ്യനാണ്. ഒരു മനുഷ്യനാണ്, എല്ലാ റോളുകളും ചെയ്യും. അതേപോലെയാണ് ഇവിടെ വിശ്വനാണ്, തൈജസനാണ്, പ്രാജ്ഞനാണ്, ആത്മ. അപ്പോ ആത്മാവായിരിക്കുമ്പോൾ സുഖം. അതുപോലെ ഇവിടെ ഏറ്റവും സുഖം ഇയാൾക്ക് എപ്പോഴാണ്? അച്ഛനായിരിക്കുമ്പോഴാണോ, അമ്മയായിരിക്കുമ്പോഴാണോ, ഏതെങ്കിലും ഓഫീസിൽ ഇരിക്കുമ്പോഴാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും എന്താ പറയാ ഓഫീസ് നെയിമിൽ ഇരിക്കുമ്പോഴാണോ? ഏത് രീതിയിൽ അയാൾക്ക് എപ്പോഴും ശരിക്കും സന്തോഷം ഉണ്ടാവുക? ചുമ്മാ ഒറ്റയ്ക്ക് ഞാനൊരു മനുഷ്യനാണ് എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുമ്പോൾ ഏറ്റവും സുഖം ഉണ്ടാവും. അച്ഛനായ റോളുകൾ കൂടി, കൂട്ടുകാരനായ റോളുകൾ വന്നു, ഉത്തരവാദിത്തങ്ങൾ വന്നു, കടമകൾ വന്നു, ചെയ്യേണ്ടതായ പ്രവൃത്തികൾ വന്നു. ഓരോന്നാകുമ്പോഴും അതിൻ്റെതായ കടമകളും ഡ്യൂട്ടികളും വരും. ടീച്ചറാണ്, അപ്പൊ ഉടനെ അതിന്റെ കർമ്മമായി. പഠിപ്പിക്കുന്ന ആളാണ്, അതിന്റെ കർമ്മമായി. ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലി ചെയ്യുന്ന ആളായി. നടക്കുമ്പോ ഒരു സ്ഥലത്തേക്ക് പോകണം, ആ പോകേണ്ട ആളായി. എല്ലാത്തിനും ഏത് നോക്കിയാൽ ഏറ്റവും സുഖം എപ്പോഴാ? ഞാനൊരു മനുഷ്യനാണെന്ന് മാത്രം. നമുക്ക് പക്ഷെ സാധിക്കില്ല. കാര്യം പൂർവജന്മ കർമ്മങ്ങളും കൊണ്ടാണ് വന്നിരിക്കുന്നത്. കർമ്മം ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ തിരിച്ചറിയാൻ സാധിക്കുമല്ലോ. അപ്പോ കർമ്മം ചെയ്യുമ്പോൾ ഈ അവസ്ഥയെ അനുഭവിക്കാൻ പറ്റും. അതാണ് ഗീത പറയുന്നത്. കർമ്മം, അതിന് അർജുനോട് പറഞ്ഞു, നീ ചുമ്മാ കർമ്മം ചെയ്തു, ബാക്കിയെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കഴിഞ്ഞു. എത്ര ഭഗവാൻ നല്ല ഭംഗിയായിട്ട് പറയുന്നത്, ഇവരെയൊക്കെ ഞാൻ കൊന്നു കഴിഞ്ഞു, നീ ആ ചടങ്ങ് അങ്ങ് നടത്തിയാൽ മതി എന്നാ പറയുന്നത്. എന്തൊരു രസമാണ് ആ ഭാഗം വായിച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീതയിലെ. അർജുന, ഇവരെയൊക്കെ ഞാൻ വധിച്ചു കഴിഞ്ഞു, നീ നിന്റെ കടമ അങ്ങ് ചെയ്താൽ മതി, 50 ചുമ്മാ എഴുതേച്ചാൽ മതി, എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട് ഭഗവാൻ. അതുപോലെയാണ് നമ്മളെ കർമ്മങ്ങൾ ചെയ്തോളുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അതൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, എന്റെ സകല കാര്യങ്ങളും കഴിഞ്ഞിരിക്കുക. ഇത് തിരിച്ചറിഞ്ഞിട്ട് അതങ്ങ് ചെയ്യുക, ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ ഒരു മനുഷ്യനായി മാത്രം ഞാൻ എന്ന് മാത്രം വിചാരിച്ചിരിക്കുമ്പോൾ സംസാരമൊന്നുമില്ല, ലൗകികമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ല അവിടെ. എപ്പോഴാണോ ഇതല്ലാത്ത സമയം വരുന്നത്, അപ്പോൾ സംസാരമാണ്.
ഞാൻ ഓരോ റോളുകളിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിനെയാണ് സംസാരം എന്ന് പറയുന്നത്. അതിനെയാണ് ലൗകിക വിഷയങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ബസ്സിലിരിക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ചുമ്മാ ഒരു ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചുമ്മാ അങ്ങനെ ഇരിക്കുക, ഇരുന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഇടപെടുന്നുണ്ടോ? അത് നമ്മൾ ആസ്വദിക്കാറുണ്ടല്ലോ. ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ കാഴ്ചകൾ കണ്ട് 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 ഇങ്ങനെ പോകും. അപ്പൊ നമ്മൾ വെറുതെ ഇരിക്കുക, ഒന്നും ചെയ്യുന്നില്ല, ഒന്നിലും ഇടപെടുന്നില്ല, ഒരു റോളും കൈകാര്യം ചെയ്യുന്നില്ല. അതുപോലെയാണ് സാക്ഷിയായിട്ട് 3 അവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നതിനെ കണ്ടുകൊണ്ടിരിക്കുന്നേ എന്നാണ് പറയുന്നത്. ജീവിതത്തെ മുഴുവൻ സാക്ഷിയായി ഒരു കാഴ്ചക്കാരനെ പോലെ കണ്ടുകൊണ്ടിരുന്നാൽ ഈ ആനന്ദമുണ്ടാകും. ജീവിതത്തെ മുഴുവൻ ഒരു സാക്ഷിയായിട്ട്. അപ്പൊ കർമ്മം ചെയ്യുമ്പോഴും ഞാനാണ് ചെയ്യുന്നതെന്നുള്ള അതാണ് പറയുന്നത്. കർമ്മം ചെയ്യുമ്പോഴും ഞാൻ ചെയ്യുന്നു എന്നുള്ളത് ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. അതൊക്കെ ഇതിന്റെയൊക്കെ ബേസാണ്. അവിടെ നിന്നത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ചുമ്മാ ഗീത വായിച്ചിട്ട് കർമ്മം ചെയ്യുമ്പോൾ ഞാനാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റുമോ? പിന്നെ ഞാനല്ലാണ്ട് ആരാ ചെയ്യണേന്ന് ചോദിക്കും, ഇല്ലേ? അപ്പോ അതൊക്കെ നോക്കണമെങ്കിൽ അതിനാണ് ഈ തത്വബോധമൊക്കെ പഠിച്ചേച്ച് അങ്ങോട്ട് പോകും. തത്വബോധം കഴിഞ്ഞ് വിവേക ചൂടാമണി ഇതൊക്കെ പഠിച്ചേച്ച് വേണം അങ്ങോട്ട് പോവാൻ, ഗീതയൊക്കെ വായിക്കാൻ. കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ കർമ്മം ചെയ്യുന്നു എന്ന് വിചാരിക്കണ്ട എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ ശരിയാവണേ? ചോദ്യം ഉണ്ടാവുമല്ലോ ഉറപ്പായിട്ടും. കർമ്മത്തിൽ ഫലം ആഗ്രഹിക്കരുത്. ഫലം ആഗ്രഹിച്ചില്ലെങ്കിൽ എങ്ങനെയാ പിന്നെ എങ്ങനെയാ ജോലി ചെയ്യുന്നത്? വലിയൊരു അല്ലേ, ഭയങ്കര ഒരുപാട് ചർച്ചകൾ നടക്കുന്ന ഒരു സംഭവമാണ് കർമ്മണ്യേവാധികാരസ്ഥേ മഹാബലേഷു കഥാചന എന്നുള്ള ഭാഗം. ഒന്നുമില്ല, വളരെ സിമ്പിളാ. കർമ്മം ചെയ്തോളൂ, ഫലം വന്നോളും, അതിനെക്കുറിച്ച് ബോധർ ചെയ്യണ്ടെന്നേ പറഞ്ഞുള്ളൂ. കിട്ടുമോ കിട്ടില്ലയോ, കിട്ടുമോ കിട്ടില്ലയോ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട, വന്നോളും. പ്രകൃതിക്ക് നിയമമുണ്ട് ഇവിടെ, അത്രേ പറയുന്നുള്ളൂ. അത് മനസ്സിലാക്കുന്നില്ല. അത് ഫലത്തെ പ്രതിഫലത്തെ തമ്മിൽ ബന്ധിപ്പിക്കും. പ്രതിഫലം വേറെ, ഫലം വേറെ. ഒരു ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളിൽ നിന്ന് ഉണ്ടാകുന്നതാണ്, അവരുടെ അറിവിൽ ഉണ്ടാകുന്നതാണ് ഫലം. അവിടെ സ്കൂളിൽ നിന്ന് ശമ്പളം മേടിക്കുന്നത് പ്രതിഫലം. ഇപ്പൊ തെറ്റിദ്ധരിച്ചിട്ട് പ്രതിഫലം വേണ്ടെന്ന് പറയണമെന്ന് വിചാരിക്കാം. അങ്ങനെ അല്ല, അതല്ല. ഒരു അധ്യാപകൻ എങ്ങനെയാണ്? കർമ്മണ്യേവാധികാരസ്ഥേ മഹാബലേഷു കഥാചന. അധ്യാപകൻ കർമ്മം ചെയ്യൂ, നിങ്ങൾ ഫലത്തിൽ ആഗ്രഹിക്കേണ്ട എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ശമ്പളം മേടിക്കേണ്ടതാണോ? അല്ല, ശമ്പളം മേടിക്കാം. ആ പ്രവൃത്തിയുടെ പ്രതിഫലമാണ്. ഏത് പ്രവൃത്തിക്കും പ്രതിഫലം മേടിക്കാം, കുഴപ്പമൊന്നുമില്ല. ഫലം നിങ്ങൾ ആഗ്രഹിക്കാതെ പോലെ നടക്കൂ. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലെ എല്ലാവരും എന്താ ഹയർ ക്വാളിഫൈഡ് ആൾക്കാർ മാത്രമേ ഇവിടെ കാണുള്ളൂ, അല്ലേ? ഒരു ക്ലാസ്സിൽ 50 പേരുണ്ടെങ്കിൽ 50 കുട്ടികൾ ഒരുപോലെയാണോ? പറഞ്ഞു കൊടുക്കുന്ന ഒരുപോലെ തന്നെയല്ലേ? 50 പേർക്ക് ക്ലാസ് എടുക്കുന്ന ഒരുപോലെയല്ലേ? ബോർഡിൽ എഴുതിയത് കണ്ടതും എല്ലാവരും ഒരുപോലെയല്ലേ? പറഞ്ഞു കൊടുത്തത് ഒരുപോലെയല്ലേ? പരീക്ഷ ഇട്ടതും എല്ലാവർക്കും ഒരുപോലെയല്ലേ? എന്നിട്ട് എന്തേ വ്യത്യാസം വന്നേ? ആ ഫലം നിശ്ചയിക്കുന്നത്, കർമ്മഫലം നിശ്ചയിക്കുന്നത് അത് വേറെ ഒരുപാട് ഫാക്ടേഴ്സാണ്. കഴിഞ്ഞ ജന്മങ്ങളിലെ പാപപുണ്യങ്ങളെ ഏറ്റക്കുറച്ചില്, ഇതെല്ലാം ഒരുപാട് ഒത്തിരി കാര്യങ്ങളാണ്. ഇതൊന്നല്ല, പല പല കാര്യങ്ങൾ, എത്രയോ ജന്മങ്ങളുടെ കാര്യങ്ങൾ ഇതിനകത്ത് കയറി വരും. ഒരു ജന്മത്തിന്റെ മാത്രമല്ല. അത് നന്നായിട്ട് മനസ്സിലായാൽ നമുക്ക് വളരെ ശാന്തിയും സമാധാനവും ലഭിക്കും. അത് നന്നായിട്ട് ഉള്ളിൽ പതിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ സുഖമാണ് പിന്നീടുള്ള മുന്നോട്ടുള്ള ജീവിതം. അതിന് നമുക്ക് സാധിക്കട്ടെ, നോക്കാം. അപ്പോ ഇങ്ങനെ ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ എത്രയോ കാഴ്ചകൾ കണ്ടുപോകുന്ന പോലെ ആയിരിക്കണം നമ്മുടെ ഈ കാഴ്ചകളെല്ലാം. ജീവിതത്തെ മുഴുവൻ സാക്ഷിയായി ഒരു കാഴ്ചക്കാരനെ പോലെ കണ്ടുകൊണ്ടിരുന്നാൽ ആനന്ദം, സുഖം, ഒരു സുഖം ലഭിക്കും, ഒരു ആനന്ദം ലഭിക്കും. ഇതിന്റെ പേരാണ് ഈ മോക്ഷം എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ മോക്ഷം. അതിന്റെ പേര് സാക്ഷിയായിരിക്കലാണ്. അവധൂതന്മാര് സാക്ഷിയായിട്ടിരിക്കുന്നു, സ്ഥിതപ്രജ്ഞന്മാര് സാക്ഷിയായിട്ടിരിക്കുന്നു, യോഗികൾ സാക്ഷിയായിട്ടിരിക്കുന്നു. അതാണ് മോക്ഷം. നമ്മൾക്ക് ധരിച്ചു വെച്ചിരിക്കുന്നത് മോക്ഷം എന്ന് പറഞ്ഞാൽ മരിച്ചാലേ കിട്ടുള്ളൂ നമ്മുടെ ധാരണ. മരിച്ച് ഈ ശരീരം വിടുമ്പോ ഈ ജീവൻ ഭഗവാനിൽ പോയി ലയിക്കും, അതാണ് മോക്ഷം എന്നാണ് നമ്മുടെ വിചാരം. ഭഗവാനിൽ ലയിക്കലൊന്നുമില്ല, ഭഗവാൻ ഇവിടെ ഉണ്ടല്ലോ അകത്ത്, പിന്നെ അവിടെ പോയി ലയിക്കാനാ? അകത്തുള്ള ആ സ്വരൂപമായി മാറലാണ്.
വേറൊരു സ്ഥലത്ത് പോയി ഒട്ടിച്ചേരലല്ല ഈ സംഭവം. ഇവിടെ രണ്ടില്ല. വേദാന്തം പഠിക്കുമ്പോ അതാണ് മനസ്സിലാക്കണ്ടേ, രണ്ടില്ല. രണ്ടെന്ന തോന്നല് മാത്രമേ ഉള്ളൂ. ആ തോന്നല് പോകുമ്പോൾ ഒന്നായി. ഞാൻ വേറെ, ബ്രഹ്മം വേറെ ഇല്ല. ഞാൻ ആത്മാ, ഞാൻ തന്നെയാണ് ബ്രഹ്മം. ഈശ്വരൻ അല്ലാതെ ഇവിടെ ഒന്നുമില്ല. ഈ സൃഷ്ടി മുഴുവൻ ഈശ്വരന്റെ തന്നെ. അതറിയാതിരിക്കുന്ന ഒരവസ്ഥയിൽ രണ്ട്. എപ്പോഴാണോ അറിയുന്നത് അപ്പോ ഒന്ന്. അതാണ് മോക്ഷം. അല്ലാതെ ഈ മരിച്ചു കഴിഞ്ഞിച്ച് ഈ സിനിമയിലും ഇതിലും പടത്തിലൊക്കെ കണ്ടിട്ടാണ് ഈ കുഴപ്പം. മരിച്ചു കഴിയുമ്പോ ഇതിങ്ങനെ ഒരു ജ്യോതി ഇതിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്നതായിട്ടും പോകുന്നതായിട്ടൊക്കെ അങ്ങനെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ചിത്രീകരിച്ചു വെച്ചിട്ടുണ്ട് പലതും. അപ്പൊ പുരാണങ്ങളിൽ എഴുതി വെച്ചത് അതിന്റെ സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അജ്ഞാനം മാറി എന്ന് കാണിക്കാനാണ് അവിടെ ദീപമായിട്ട് കാണിച്ചത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തില് ഒരു സാധനം കയറി പോകുന്ന പോലെ കാണിച്ചാൽ പോരെ ഭഗവാനിലേക്ക്. എന്തെങ്കിലും വേറെ രൂപങ്ങൾ കാണിച്ചാൽ പോരെ. എന്തിനാണ് ജ്യോതിയായിട്ട് കാണിച്ചേ? പഴയ പുരാണങ്ങളിൽ ഒരു ജ്യോതി, ആ ശരീരം വീണപ്പോൾ അവിടെ നിന്ന് ഒരു ജ്യോതി പോകുന്നത് കണ്ടു എന്ന് എഴുതി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ജ്യോതി എന്താ? അത് ഈ ആത്മാ തന്നെയാണ്. ആത്മാ എങ്ങോട്ട് പോകാനാ? എങ്ങോട്ടും പോകാനില്ല. ആത്മാവിനെ തിരിച്ചറിഞ്ഞു എന്നുള്ളൂ. അജ്ഞാനത്തെ കളഞ്ഞു എന്നുള്ളതും. അതെങ്ങനെയാ അപ്പൊ അങ്ങനെ സംഭവിക്കണം? ഈശ്വരന്റെ അമ്പ് കൊണ്ടപ്പോ അങ്ങനെ ഉണ്ടായെന്ന്. ഈശ്വരന്റെ അമ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഈശ്വരൻ ആരാണ്? ഈ അജ്ഞാനത്തെ, സാധകർക്ക്, ഭക്തന്മാർക്ക് അജ്ഞാനത്തെ മാറ്റുന്ന ആ ശക്തി. ഒരേ ശക്തി തന്നെയാണ്. അപ്പൊ ഇവിടെ ഒരു കവറുണ്ട്, ആ കവറിനെ മാറുന്നു. എങ്ങനെയാ പറയുന്നത്? ഈശ്വരനല്ല മാറ്റുന്നത്. ഈശ്വരൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. ഈ വഴികളിൽ കൂടി സഞ്ചരിച്ച് നമുക്കത് മാറ്റാം. നമ്മൾ തന്നെയാ മാറ്റുന്നത്. സാധന ചെയ്ത് നമ്മൾ എന്ത് പറയും? ഈശ്വരൻ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു എന്ന് പറയും. എന്താ ആക്ച്വലി സംഭവിക്കുന്നത്? എന്താ? സാധന കൊണ്ട് മനസ്സ് ഏകാഗ്രമാകും, മനസ്സ് ശുദ്ധമാകും, മനസ്സ് വിശാലമാകും. ഇത് മൂന്നും കൂടെ കഴിയുമ്പോ അജ്ഞാനം മാറി. അപ്പോൾ പിന്നെ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, ഇവിടെ ആത്മാ മാത്രമേ ഉള്ളൂ, ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. മായയുടെ പ്രവർത്തനങ്ങൾ അവിടുന്ന് പോയി. മായയാണ് രണ്ടായിട്ട് തോന്നിപ്പിക്കുന്നത് എല്ലാത്തിനും. അതിൽ നിന്ന് നമ്മൾ സ്വയം നമ്മുടെ സാധന കൊണ്ട് നമ്മൾ ഉയർന്നു വരുന്നത്. സാധനയെയാണ് ഈ ഭക്തിയായിട്ടും കർമ്മമായിട്ടും അങ്ങനെ 3 തരം സാധനങ്ങളെ പറയുന്നില്ലേ? അങ്ങനെ നമ്മള് ജ്ഞാനയോഗം, കർമ്മയോഗം എന്നൊക്കെ ഭക്തിയോഗം 3 യോഗങ്ങളിൽ കൂടി നമ്മള് അവനവൻ തന്നെ അവനവനെ തുടച്ച് വൃത്തിയാക്കി സ്വരൂപത്തിലേക്ക് എത്തുകയാണ്. അല്ലാതെ ഈശ്വരൻ അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെയൊക്കെ ധാരണ അങ്ങനെയാണ്. ഭഗവാൻ എന്തോ വേറെ കൊണ്ടുതരണം എന്ന്. നമ്മൾ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ആൾക്കാർ. നമ്മൾ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് തന്നെ അത് ചെയ്യാനും പറ്റുള്ളൂ, വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല. ഉള്ളിലിരിക്കുന്ന ഈശ്വരനെ കാണൂ എന്നൊരു ഉപദേശം തരാൻ പറ്റും. ആർക്ക്? ഗുരുവിന്. ഇന്ന രീതിയിൽ ചെയ്താൽ നിനക്കത് സാധിക്കുമെന്ന് പറഞ്ഞു തരാൻ പറ്റും. അങ്ങനെ ഉണ്ട് എന്നൊരു തെളിവും, ഒരു സ്പർശനം കൊണ്ടൊക്കെ ഒരു തെളിവ് തരാൻ പറ്റും. 1 സെക്കൻഡ് നേരത്തേക്ക് മനസ്സിലാക്കി തരാൻ പറ്റും. അതൊക്കെ ശ്രീരാമകൃഷ്ണ പരമഹംസർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആർക്ക്? വിവേകാനന്ദന്. അതേമാതിരി വേറെ പേര് മറന്നുപോയി. ഒരു യോഗിയുടെ ആത്മകഥ അതിനകത്തുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ ഗുരു കൽക്കട്ടയിൽ വെച്ചാന്ന് തോന്നുന്നു. ഒരു സ്പർശനത്തില് കുറച്ച് സമയം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ അത്രേ പറ്റുള്ളൂ. പക്ഷെ എന്നാ അവരെ സ്ഥിരമായിട്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. അത് അവനവൻ തന്നെ അങ്ങോട്ട് എത്താൻ പറ്റത്തുള്ളൂ, വേറെ ആർക്കും എത്തിച്ചു തരാൻ പറ്റില്ല. അപ്പൊ ഇതിനൊരു ഉപാധിയായിട്ടാണ് ഈശ്വരനെ നമ്മൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ്. അപ്പൊ അവിടെ നിന്ന് അനുഗ്രഹം കിട്ടും. പക്ഷെ നമ്മുടെ കുഴപ്പം എന്താ? നമ്മളിവിടെ തന്നെ പണ്ടത്തെ ചങ്കരൻ നിൽക്കുമ്പോ തന്നെ നമ്മളിവിടെ തന്നെ നിൽക്കും, നമ്മളെങ്ങും പോയില്ല. ഇത് ചെയ്ത് ഈ തത്വബോധവും ഈ കാര്യങ്ങളൊക്കെ കേട്ട് മുന്നോട്ട് വന്ന് ഇതിന്റെ സത്യം മനസ്സിലാക്കി മനസ്സിനെ തുറന്നു വെച്ച് ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് സാധന ചെയ്താൽ ഉറപ്പാണ് മോക്ഷം ഇവിടെ തന്നെ. എത്ര നേരം വേണം? അതല്ലേ പറയുന്നത്. ചിലപ്പോൾ സെക്കൻഡുകൾ മതി. ഇടിമിന്നൽ പോലെ അപ്പ സംഭവിക്കും മോക്ഷം എന്ന് പറയും. ഈ അവസ്ഥയിലേക്ക് എത്തുമത്രേ ഒരു സെക്കൻഡില്. അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? ഈ പറഞ്ഞ സാക്ഷിയായിട്ടുള്ള ജീവിതമാണ്. അത് ലഭിച്ചാൽ, ആ അജ്ഞാനം മാറിയാൽ, ആ ആവരണം പൊട്ടിച്ച് പുറത്ത് കടന്നാൽ പിന്നെ സാക്ഷിയായിട്ടുള്ള ജീവിതമാണ്.
അവധൂതന്മാരുടെ ജീവിതം, സ്ഥിതപ്രജ്ഞന്മാരുടെ ജീവിതം, യോഗികളുടെ ജീവിതം. ഓ, ഇതില് 14 കാര്യങ്ങളാണ് നേരത്തെ പറഞ്ഞല്ലേ. 14 കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ട് വരുന്നേ ആത്മാവിനെ കുറിച്ച്. 14 ഇപ്പോ 6 എണ്ണമേ കഴിഞ്ഞിട്ടുള്ളൂ. ഏതൊക്കെയാണ്? സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളെ കഴിച്ചു, 3മല്ല എന്ന് പറഞ്ഞു. അടുത്തതായിട്ട് ജാഗ്രത് സ്വപ്ന സുഷുപ്തി, ഇത് 3മല്ല എന്നും പറഞ്ഞു. 3, 6 എണ്ണം നമ്മൾ കടന്നു. ഇപ്പോഴും ഞാൻ എന്താണ്? ഇത് 3മല്ല, അല്ലാത്ത അപ്പുറത്തുള്ള സാക്ഷിയാണ് ഞാൻ. ഞാൻ സ്ഥൂലത്തിലുമുണ്ട്, സൂക്ഷ്മത്തിലുമുണ്ട്, കാരണത്തിലുമുണ്ട്, ജാഗ്രത്തിലുമുണ്ട്, സ്വപ്നത്തിലുമുണ്ട്, സുഷുപ്തിയിലുമുണ്ട്. മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ 6 സ്ഥലത്തും ഞാനുണ്ട്. ഞാൻ ഈ 6 അല്ല. അടുത്ത വേറെ ചില കാര്യങ്ങളാണോ എന്നൊരു സംശയമുണ്ട്. എന്താണ്? പഞ്ചകോശങ്ങളാണോ എന്നൊരു സംശയമുണ്ട്. അത് ശങ്കരാചാര്യസ്വാമികൾ അടുത്ത ദിവസം തീർത്തു തരും. അടുത്ത ദിവസത്തെ ഭാഗത്തില് അതും അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ഭഗവാൻ ബാബ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ പാദങ്ങളിലെ നമസ്കാരം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവർക്കും സായിറാം. സായിറാം സാർ. Sairam sir. The Narayaniam was excellent and your comparing was beautiful. Namma igno sir. കേട്ടിരുന്നോ? Complete കേട്ടു. ഇന്ന്